Hello guys, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ സിനിമ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. ആൻഡ് ദിസ് ടൈം ദ മൂവി നെയിം ഈസ് ഗുരുവായൂരമ്പലനടയിൽ. കൃഷ്ണ, സിനിമ ഒരു ഒന്നൊന്നര പടമാണ് മോനെ. വന്നിരിക്കുന്ന ഒരു പൊളി പടമായിട്ട് നമ്മുടെ പൃഥ്വി. അടിപൊളി പടം. കോമ്പിനേഷൻ ബിറ്റ്വീൻ പൃഥ്വി ആൻഡ് ബേസിൽ ജോസഫ്. അഡ്ഡാർ എന്ന് പറഞ്ഞാൽ അഡ്ഡാർ. അടിപൊളി സ്ക്രിപ്റ്റ്, അടിപൊളി എക്സിക്യൂഷൻ, അടിപൊളി കോമഡീസ്. എന്താ പറയുക, ഒരു ഓൾ ഇൻ ഓൾ ഫാമിലി എൻ്റർടൈനർ മൂവി. ഐ മസ്റ്റ് സേ ദാറ്റ് എവറി family should go and watch this movie. They will come out happily and with full enjoyment from start till the end. That's for sure. പോയി കാണുക. മെയിൻലി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ. നല്ലൊരു കഥാപാത്രമായിട്ട് നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ട് നമ്മുടെ നിഖില വിമലിന്. പിന്നെ അനശ്വര രാജനുണ്ട്. തമിഴ് സിനിമയ്ക്കകത്തൊക്കെ കോമഡി ആർട്ടിസ്റ്റായിട്ട് വരുന്നു നമ്മുടെ യോഗി ബാബു ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, രേഖയുണ്ട്. പിന്നെ അരവിന്ദ് ആകാശ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇതിനകത്ത് ക്യാമിയോ ചെയ്യുന്നുണ്ട്. അത് പറയുന്നില്ല എന്തുവാ ചെയ്യുന്നതാണ്. അത് സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കതൊരു സൂപ്പർ ഒരു സീനായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂരമ്പലത്തിനെ കുറിച്ചുള്ളൊരു സിനിമ ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പൃഥ്വിരാജും കൂടെ ഉള്ളതെന്ന് നമ്മൾ ഏകദേശം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യും. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് അവിടെ ചെല്ലുമ്പോൾ കിട്ടും. അത് പൊളി 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 കോമ്പിനേഷനായിരുന്നു. ഭയങ്കര നല്ലൊരു ഇമാജിനേഷനായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആ സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ, ഇതൊരു ചാനലിനകത്തായിരുന്നു. അതിനകത്ത് മിക്കവാറും ബമ്പർ കൊണ്ടുപോകുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പേരെന്താണ്, അശ്വിൻ വിജയൻ. അവൻ ഈ സിനിമയ്ക്കകത്ത് പൊളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അശ്വിൻ വിജയനെ പറ്റിയ അല്ലെങ്കിൽ അശ്വിൻ വിജയനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അശ്വിൻ വിജയൻ്റെ ആ ഒരു കോമഡി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അവന് അതിനേക്കാൾ ഒത്തിരി മേലെ ഡെലിവറി ചെയ്യാൻ പറ്റും. അത്രയും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും നല്ലപോലെ നല്ലൊരു പോർഷൻ അശ്വിൻ വിജയനും കൊടുത്തിട്ടുണ്ട്. അത് അശ്വിൻ വിജയൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ബ്രോ, കീപ് ഗ്രോയിങ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഡയറക്ടർ വിപിൻ ദാസ്, നമ്മൾ എല്ലാവരും ആസ്വദിച്ച ഒരു മൂവിയായിരുന്നു ജയ 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 ഹേ. ആ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ്. പിന്നെ എഴുതിയത് ദീപു പ്രദീപ് എന്ന് പറയുന്നത് നമ്മുടെ പത്മിനി കുഞ്ഞിരാമായണം ഒക്കെ എഴുതിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പിന്നെ പ്രൊഡക്ഷൻ ടീം സുപ്രിയ മേനോൻ, മുകേഷ് ആർ മെഹത്ത, സി വി സാരഥി. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി നീരജ് രവി ആൻഡ് എഡിറ്റിംഗ് ബൈ ജോൺ കുട്ടി എന്ന് പറയുന്ന ആൾ തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ കുറേ നല്ല അടിപൊളി സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മായാമോഹിനി, അമർ അക്ബർ ആന്റണി, പിന്നെ പുലിമുരുകൻ. ഇതൊക്കെ എഡിറ്റ് ചെയ്ത ഒരു ടീമാണ്. അപ്പോൾ നല്ല പൊളിയായിട്ട് സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. അതുപോലെ നല്ല ഓരോ ഫ്രെയിംസും നല്ല സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. മ്യൂസിക് ബൈ അങ്കിത് മേനോൻ. കുഴപ്പമില്ല, പാട്ടുകളൊക്കെ വലിയ അടിച്ചുപൊളി പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഒത്തിരി നമ്മളിങ്ങനെ ചെയ്യാനുള്ള പാട്ട് അല്ലെങ്കിലും നല്ലപോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ കൺഫ്യൂഷൻസ്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അതേ കൺഫ്യൂഷൻ്റെ ഔട്ട്കംസും ഓവർകമ്മിങ്ങുമാണ്. സോ ഓൾ ഇൻ ഓൾ നല്ല അടിപൊളി പ്രസൻറ്റേഷനും പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആക്ട്രസിൻ്റെയും ക്യാരക്ടർ പിക്കിങ് അതുപോലെ അവർ അത് പ്രസൻറ്റും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്രയും എന്താ പറയുന്നത് ജനപ്രീതി നേടുന്നത്. സോ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ ആർട്ടിസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് മൂവി. Finally, you know, the Malayalam movie is giving some great movies since past 1 month. I'm really happy to see the results. And ഇനി അടുത്ത ആഴ്ച പറയണ്ടല്ലോ, ടർബോ, തലവൻ ഇതൊക്കെ വരാനിരിക്കുന്നു. ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ് പടം കാണാൻ. സോ വെരി
beautiful moment for the Malayalam movies, and I must recommend to all my viewers to go and watch this movie in theaters. Until the next review, signing off for today.